പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടി പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം തിരുവചനവുമായി ദൈവസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സമൂഹത്തെ നേടുന്നതിലും ദൈവസന്നിധിയിൽ ഏറ്റവും സ്വർഗം സന്തോഷിക്കുന്നത് ഒരു സഹോദരനെ നേടുമ്പോഴാണ്. ഒരു സമൂഹത്തെ നേടുവാൻ ചിലപ്പോൾ ജ്ഞാനമായ ഒരു പ്രസംഗം മതി. അവരെ ഒരു പദ്ധതിയിൽ നിന്ന് വേറൊരു പദ്ധതിയിലേക്ക് നമുക്ക് വഴിതിരിക്കാൻ സാധിച്ചേക്കാം ജ്ഞാനമുള്ളവർ സംസാരിച്ചാൽ. എന്നാൽ ഒരു സഹോദരനെ നേടണമെങ്കിൽ അനുതാപവും കരച്ചിലും ഹൃദയത്തിൻ്റെ വേദനയും നുറുക്കപ്പെട്ടതായ ഹൃദയവും ആവശ്യമാണ്. അതുകൊണ്ട് പലരും അതിന് മുതിരാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത്, നീ ഒരു സമൂഹത്തെ നേടുന്നതിലും പ്രധാനം ഒരു സഹോദരനെ നേടുന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം അതാണ്. ഹാബേലിനെ കുറിച്ച് ദൈവം സംസാരിക്കുമ്പോൾ കയീനോട് ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെ? അവന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു, എവിടെ? ആ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, ഹാബേൽ എവിടെ? ഇങ്ങനെ ആരും കാണാതെ ചെയ്തതായ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് അപ്പോഴാണ് ലോകത്തിന് മുൻപിൽ മനുഷ്യജാതിക്ക് മനസ്സിലാകുന്നത്. അന്ന് മുതൽ ദൈവം സകലതും ദർശിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു. ദൈവത്തെ മറച്ചൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നൊരു ജ്ഞാനം മനുഷ്യരുടെ ഇടയിൽ പരന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും തൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗ്രഹവും അവൻ്റെ കരച്ചിൽ കേട്ടു. എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ആ സഹോദരന്മാരും താനും മാത്രം. എന്നാൽ കരച്ചിൽ ലോകത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഫറവോന്റെ ഗ്രഹം കേട്ടു. അടുത്തു നിന്നവരും ദേശക്കാരുമെല്ലാം ഒരു കേൾവി കേട്ടു, യോസേഫ് കരഞ്ഞു. വെളിപ്പെടുത്തുന്നത് രഹസ്യം, കരയുന്നത് പരസ്യം. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അവിടെ ഒരു പശ്ചാത്താപമോ ഇല്ലെങ്കിൽ ഒരു ജയമോ തോൽവിയോ അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു സഹോദരനെ നേടുന്ന സംഗതിയാണ്. എങ്ങനെ ഒരു സഹോദരനെ നേടുവാൻ കഴിയും? സ്വർഗത്തിൽ സന്തോഷിക്കുന്ന കാര്യം, ദൂതന്മാർ സന്തോഷിക്കുന്ന കാര്യം, തകർന്നുപോയ ഒരു ഹൃദയം ദൈവസന്നിധിയിൽ പശ്ചാത്താപത്തോടുകൂടെ ആയിരിക്കേണ്ടതിന് ആഗ്രഹിക്കുമ്പോൾ സ്വർഗവും ദൂതന്മാരും സ്വർഗത്തിൽ ഉല്ലാസഘോഷത്തോടെ അത്യുന്നതങ്ങളിൽ സ്തുതി, ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതി സ്തോത്രങ്ങളുടെ ഗംഭീരനാദം മുഴങ്ങും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൻ്റെ പശ്ചാത്തല ചരിത്രം നമുക്കറിയാം. യോസേഫിനെ തൻ്റെ സഹോദരന്മാർ അസൂയ കാരണം, തൻ്റെ ദർശനം കാരണം, തൻ്റെ വെളിപ്പാട് കാരണം, തൻ്റെ ദീർഘദൃഷ്ടി കാരണം, ദൈവഭയം കാരണം സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. എങ്ങനെയെങ്കിലും അവനെ കൊന്നൊടുക്കണം, അവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായ വലിയൊരു വാശിപ്പുറത്തോട്ടം. തനിച്ച് കിട്ടുന്നതിന് വേണ്ടി അവർ കാത്തിരുന്നു. ഒരു ദിവസം അവരുടെ ആഗ്രഹത്തിന് പ്രകാരം അവരുടെ സഹോദരനായ യോസേഫിനെ അവർക്ക് തനിച്ച് കയ്യിൽ കിട്ടി. ആരും കാണാതെ രഹസ്യമായി പാപം ചെയ്യുവാൻ, അകൃത്യം ചെയ്യുവാൻ, രക്തം ചൊരിയിക്കുവാൻ, ഒടുക്കിക്കളയുവാനുള്ള അവസരം അവരുടെ മുൻപിൽ ഒത്തുകിട്ടി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അവനിൽ കൂടി ഒരു തലമുറയുടെ എഴുന്നേൽപ്പിന് വേണ്ടി ദൈവം പദ്ധതി ഇട്ടിരുന്നതിനാൽ കാര്യങ്ങളുടെ സംഗതികളൊക്കെ മാറ്റി കൊല്ലുന്നതിന് പകരം അവരെ വിറ്റുകളഞ്ഞു. മിസ്രയീമ്യർക്ക് വിറ്റു, ഇസ്മായേല്യർക്ക് വിറ്റു, ഫറവോന് വിറ്റു, കൊട്ടാരത്തിന് വിറ്റു, മന്ത്രിമാർക്ക് വിറ്റു. ഒരടിമയായി മിസ്രയീം ദേശത്ത് ചെന്നെത്തിയതായ യോസേഫ്
ചെയ്യാത്ത കുറ്റത്തിന് ദീർഘനാളുകൾ ദീർഘവർഷങ്ങൾ ജയിലറകളിൽ കഴിയേണ്ടി വന്ന, കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്ന, വസ്ത്രമില്ല, വേണ്ടത്ര വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, അസ്ഥിഭഞ്ജനമായ ഒരു ജീവിതം. താൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തില്ല. എന്നാൽ ദൈവം തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. സാരമില്ല മകനെ, നിന്നിൽ കൂടെ ഒരു തലമുറയുടെ ആരംഭം എനിക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജനത്തെ വാർത്തെടുക്കുന്ന പദ്ധതിയിലായിരുന്നു സ്വർഗം അപ്പോൾ. അങ്ങനെ സ്വർഗം ആ വാർത്തെടുക്കൽ, ആ സൃഷ്ടി സ്വർഗത്തിൽ നടത്തുമ്പോൾ അതിന് കാരണഭൂതരായ ചില വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ യാതനയും കഷ്ടതയും സഹിക്കേണ്ടി വന്നു എന്നർത്ഥം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യോസേഫിൻ്റെ മുൻപിൽ സഹോദരന്മാർ കടന്നു വരും. ദൈവം അവന് ദർശനം കൊടുത്തിരുന്നു. നിന്റെ സഹോദരന്മാർ നിന്റെ അടുത്ത് വന്ന് നിന്നെ വണങ്ങും, അവരുടെ കുറവുകൾ ഏറ്റുപറയും, അവരുടെ ഹൃദയം തകരും, അവർ കരയും. യോസേഫ് അങ്ങനെയുള്ളൊരു ദൈവിക ദർശനത്തിന് വേണ്ടി കാത്തിരുന്നു. സമയമായപ്പോൾ ആ സഹോദരന്മാർ മിസ്രയീമിൽ യോസേഫിനെ കാണുവാൻ വന്നു. അപ്പോൾ യോസേഫ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല വന്നത്, മിസ്രയീമിലെ ഒരു മന്ത്രിയെ കാണാൻ വന്നിരിക്കുകയാണ്. കാരണം ഭണ്ഡാരത്തിൻ്റെ അധിപതി ആ സമയത്തേക്ക് യാക്കോബിൻ്റെ പുത്രന്മാർ അവിടെ വരത്തക്കവണ്ണം ദൈവം സംഗതികളെ മാറ്റി എഴുതിക്കൊണ്ടിരുന്നു. അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാക്കിയല്ല യോസേഫിനെ വെച്ചത്, ഭണ്ഡാരത്തിൻ്റെ അധിപതിയാക്കി വെച്ചു. ഭൂതലത്തിലുള്ള സകല മനുഷ്യരും ദാരിദ്ര്യവും പട്ടിണിയും കാരണം നടുങ്ങുമ്പോൾ ആ നടുക്കം കാരണം ധാന്യം ഏറ്റുകൊള്ളുവാൻ വേണ്ടി സകലരും വരുന്നതായ ഒരു സ്ഥാനത്ത് ദൈവം യോസേഫിനെ കൊണ്ട് നിർത്തി. തൻ്റെ സഹോദരന്മാർ തൻ്റെ മുൻപിൽ വന്നു. ഒറ്റ നോട്ടത്തിൽ യോസേഫ് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ സഹോദരന്മാരാണെന്ന് മനസ്സിലായി. ദൈവം തന്നിൽ കൂടെ ആരംഭിച്ചതായ ദർശനത്തെക്കുറിച്ച് ഒരു ധ്യാനം യോസേഫ് ഉള്ളറകളിൽ പോയി ധ്യാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞതായ കാര്യം ഇത് തന്നെയോ? സ്വർഗം ദൈവത്തിൻ്റെ ആത്മാവ് യോസേഫിനോട് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. യോസേഫേ, നിന്നിൽ ഞാൻ തന്നതായ ദർശനങ്ങളുടെ ആരംഭം തുടങ്ങുവാൻ പോകുകയാണ്, അതിൻ്റെ സഫലീകരണം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ സഹോദരന്മാർ വന്ന് നിന്നോട് മുട്ടുകുത്തി, നിന്നോട് മന തകർച്ചയോടുകൂടെ നിന്നോട് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി നീ കാത്തിരിക്കരുത്. നീ അവരുടെ അടുത്ത് ചെല്ലണം. സാധാരണക്കാർക്ക് ഒത്തുകൊള്ളാൻ കഴിയാത്തതായ ഒരു നിർബന്ധം സ്വർഗം വാശി പിടിച്ച് നടത്തുകയാണ്. സാധാരണ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ യോസേഫിൻ്റെ സഹോദരന്മാർ വന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവൻ്റെ മുൻപിൽ വണങ്ങി മുട്ടുകുത്തി ക്ഷമ ചോദിച്ച് പോകേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയല്ല ഇടപെട്ടത്. അവരല്ല വരേണ്ടത്, നീയാണ് ചെല്ലേണ്ടത്. ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം നടത്തുന്ന വഴികൾ നോക്കൂ. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ചിന്താഗതിക്കും ചിന്താമണ്ഡലങ്ങൾക്കും നമ്മുടെ ബുദ്ധികേന്ദ്രങ്ങൾക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത, ഒത്തുകൊള്ളാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ചില അത്ഭുതകരമായ പ്രവൃത്തി സ്വർഗം ചെയ്യുന്നു. യോസേഫിനോട് സംസാരിക്കുന്ന ദൈവം, അവരല്ല വരേണ്ടത്, നീയാണ് ചെല്ലേണ്ടത്. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയാണ്, ഇങ്ങോട്ട് അടുത്ത് വരുവീ, ഞാൻ യോസേഫ് ആകുന്നു. അവർ അടുത്ത് വരുന്നതിന് പകരം യോസേഫ് അവരെ അടുക്കൽ വിളിക്കുകയാണ്. അവിടെ നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അടുത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. പ്രധാനമായ കാര്യം ഇതാണ്. നിന്റെ സഹോദരനെ നിനക്ക് നേടുവാൻ സാധിക്കണമെങ്കിൽ നീയും അവനും തന്നെ ഉള്ളപ്പോൾ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നിന്റെ സഹോദരൻ നിന്നോട് പഴച്ചാൽ അവനും നീയും മാത്രമുള്ളപ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ കുറ്റത്തെക്കുറിച്ച് അവന് ബോധ്യം വരുത്തുക. തീർച്ചയായിട്ടും അവനിൽ ഒരു മനസ്താപമുണ്ടാ. ഇങ്ങനെ നീ നിന്റെ സഹോദരനെ നേടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോസേഫ് അങ്ങനെ സഹോദരന്മാരെ അടുക്കൽ വിളിച്ച് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ താൻ 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യോസേഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടുടനെ സഹോദരന്മാരുടെ ഒരു ചങ്കിടിപ്പ്. എന്നാൽ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ 2-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ഉച്ചത്തിൽ കരഞ്ഞു, മിസ്രയീമ്യരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു. ഈ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് യോസേഫ് തൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് പറഞ്ഞു, അവിടെ ചുറ്റുപാട് നിൽക്കുന്നവരെ സകലരെയും പുറത്താക്കുക,
ഈ വന്ന സഹോദരന്മാർ മാത്രം അവരോട് ഫറവോന്റെ ഗ്രഹത്തോട് താൻ വെളിപ്പെടുത്തിയില്ല. അവരെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും പുറത്താക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്താക്കിയപ്പോൾ തൻ്റെ സഹോദരന്മാരോട് അവർ തനിച്ചുള്ളപ്പോൾ മറ്റാരുമില്ലാതിരുന്നപ്പോൾ യോസേഫ് തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ ആലോചന പോലെ സ്വർഗം തന്നോട് സംസാരിച്ചതുപോലെ പറയുകയാണ്, ഞാൻ യോസേഫാകുന്നു, എന്നെ വിറ്റുകളഞ്ഞ ഇസ്മായേലിയർക്ക് വിറ്റുകളഞ്ഞതായ യോസേഫാകുന്നു ഞാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്ത് മറ്റാരുമില്ലായിരുന്നു. അവരുടെ ഹൃദയത്തിൽ വലിയൊരു ദുഃഖവും സങ്കടവും സംഭവിക്കാൻ തുടങ്ങി. എന്നാൽ തൊട്ടടുത്തതായ വാക്യം പരിശുദ്ധാത്മാവ് നമ്മെ വളരെ ശക്തമായി നമ്മെ ഉണർത്തിച്ച് പറയുകയാണ്, യോസേഫ് കരഞ്ഞു, ഫറവോന്റെ ഗ്രഹവും ആ മിസ്രൈമിലെ സകല മനുഷ്യരും യോസേഫിന്റെ കരച്ചിൽ കേട്ടു. നമ്മുടെ പശ്ചാത്താപത്തെക്കുറിച്ച് ലോകം സാക്ഷ്യം പറയണം. യെസ്, നമ്മുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് സഹോദരനോട് അവൻ്റെ കുറ്റത്തെ ബോധ്യപ്പെടുത്തുന്നത് രഹസ്യമായിരിക്കണം. എന്നാൽ നമുക്ക് തന്നെ ഒരു കരച്ചിലുണ്ടാകുന്നത്, ഒരു പശ്ചാത്താപമുണ്ടാകുന്നത്, ഹൃദയം പൊട്ടി കരയുന്നത് ലോകം സാക്ഷ്യം നിർത്തണം. ലോകം സാക്ഷ്യം പറയണം. ഫറവോന്റെ ഗ്രഹം സാക്ഷ്യം പറയണം. ഈ മിസ്രൈമ്യർ സാക്ഷ്യം പറയണം. യോസേഫ് കരഞ്ഞു, ദേശത്ത് വലിയ പാട്ടായി തീർന്നു. എന്തിനു കരഞ്ഞു? സഹോദരന്മാരെ നേടുവാൻ. നിന്റെ ഹൃദയത്തെ സഹോദരനുമായി നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുന്നതായ പ്രക്രിയ രഹസ്യമായിരിക്കണം. പക്ഷെങ്കിൽ നിന്റെ കരച്ചിൽ പരസ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ കർത്താവ് നമുക്ക് തന്നതായ ആലോചനയുടെ ആ വലിയ ആഴത്തിലേക്ക് കടന്നു വരുന്നതായ ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം അവരുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ പല സഹോദരങ്ങളുടെ ജീവിതങ്ങളും ലാഭപ്പെടുത്തുവാൻ, നേടുവാൻ തക്കവണ്ണം നിന്നെ ശക്തനാക്കി, നിന്നെ ശക്തീകരിച്ച് സ്വർഗം സന്തോഷിക്കുന്ന വ്യക്തിയായി നിന്നെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിൽ അടക്കി വെച്ചിരുന്നതായ പല കാര്യങ്ങളും തുറന്നു പറയുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ അത് പരസ്യ കോലമാക്കുവാൻ പാടില്ല. അത് രഹസ്യമായി നിന്റെ സഹോദരനെ നേടുവാൻ തക്കവണ്ണം വലിയ ജ്ഞാനത്തെ, സ്വർഗീയ ജ്ഞാനത്തെ പ്രാപിക്കുന്ന വ്യക്തി. അതിനുശേഷം അതൊരു ജയമല്ല, എന്നാൽ സഹോദരനെ നേടലാണ്. ആ നേടൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് നന്ദിയോട് ദൈവം ഇങ്ങനെ ഒരു അവസരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നല്ലോ എന്നോർത്ത് എന്നെ ദൈവം ഉയർത്തി അവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആലോചന നടക്കുവാൻ തക്കവണ്ണം സാധ്യമാക്കിയല്ലോ എന്നോർത്ത് കരയുന്ന കരച്ചിൽ രഹസ്യമാകരുത്, അത് പരസ്യമായി കരയണം. ലോകം നിന്റെ കരച്ചിലിന് സാക്ഷി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ആ കരച്ചിലിനെ കുറിച്ച് റെക്കോർഡുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം നിറഞ്ഞ ഈ പ്രഭാതയാമം നിന്നെയും നിന്റെ സഹോദരങ്ങളുടെയും നിന്റെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും അനുഗ്രഹത്തിനായി, ഉയർച്ചയ്ക്കായി അത് ഉതകുമാറാകട്ടെ, ഭവിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.